ഏവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 നവംബർ 6 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഏത് വിളയുടെ സങ്കര ഇനമാണ് ആദ്യ? അപ്പം നമ്മുടെ മനസ്സിൽ വരണം, ആദ്യ എന്ന് പറയുന്നത് നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അല്ല, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറുകളിൽ സ്ഥിരമായി വരുന്നതാണ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് ആദ്യ? നെല്ലിൻ്റെ സങ്കര ഇനമാണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അടുത്ത നോക്ക്, ഒരു വേദിയാണ് ഐക്യരാഷ്ട്രസഭയുടെ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം. അത് 2025 നടക്കുന്നത് ബ്രസീലിലാണ്. അപ്പം ബ്രസീലാണ് 2025 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് വേദിയാകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? ലോക ഇതിഹാസം മൈക്കിൾ ജാക്സൺ. ആ മൈക്കിൾ ജാക്സൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ പുറത്തിറങ്ങുന്നു. ആ സിനിമയുടെ പേര് മൈക്കൽ. അപ്പോൾ നമുക്ക് ഓർത്ത് നോക്കാം, മൈക്കിൾ ജാക്സൻ്റെ സിനിമ ആയതുകൊണ്ട് എന്താണ് മൈക്കൽ. അപ്പോൾ മൈക്കൽ ആരുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കിയുള്ള സിനിമയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മൈക്കിൾ ജാക്സൻ്റെ സിനിമയാണ്, അല്ലേ? അടുത്ത ചോദ്യം എന്താ? 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കരുത്തിൻ്റെ അടയാളമായി നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ പേര് സാഗർ കവച്. അപ്പോൾ ഈ സാഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമുദ്രമായിട്ട് കണക്ട് ചെയ്യാം. അവിടെ വരുന്നത് നാവികസേനയും കോസ്റ്റ് ഗാർഡുമാണല്ലോ. അപ്പോൾ 2025 നവംബറിൽ നാവികസേനയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും കരുത്തിന് അടയാളമായി നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസമാണിത്, സാഗർ കവച്. കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനിയാണ് മദർ എലീഷ്വ. മദർ എലീഷ്വ ഓർക്കുക, കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനിയാണ്. അടുത്ത ചോദ്യം എന്താ? അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന പുതിയ റിസർച്ച് സ്റ്റേഷൻ. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ്റെ പേരാണ് മൈത്രി 2. ഏതാണ്?